Hi friends, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്പുലേം കണ്ടതുപോലെ തന്നെ ഓരോ ചിലവിൽ നമ്മൾ ഒരു റോക്കറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് ഓരോരുടെ ഒരു തീപ്പെട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ റോക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം വിജയിക്കും സക്സസ് ആകും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തേക്കുന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആകെ എടുത്തുള്ളൊരു ഷീറ്റ് പേപ്പറാണ്. പിന്നെ നമുക്കൊരു പേനയുടെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു തീപ്പെട്ടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പേന എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒരു കോയിലുണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടി ഒരു കോയിലുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അടുത്തത്. ഫ്രണ്ട്സ്, ആ കോയിലുണ്ടാക്കിയതിന് ശേഷം ആ കോയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ആ കോയിലുണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ചുറ്റി വെച്ചേക്കുന്ന ആ പേന ഉണ്ടല്ലോ, നമ്മൾ ഇതുപോലെ അത് ഊരി അങ്ങ് മാറ്റണം. അപ്പോൾ നമുക്കിതൊരു കോയിൽ രൂപത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഒരു അളവിനായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് 2 പീസ് ആക്കേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ കോയിലുണ്ടാക്കിയതിന് ശേഷം ആ കോയിലിൻ്റെ ഒരു ഭാഗം അടയ്ക്കാനായിട്ട് നമ്മൾ ഇത് പേപ്പർ പീസ് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ ആ പൈപ്പിലേക്ക് നമ്മൾ ഇറക്കി വെക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ കുഴൽ ഉണ്ടാക്കിയതിന് ശേഷം ആ കുഴലിൻ്റെ ഒരു അറ്റം നമുക്ക് ഇതാണൊക്കെ നമുക്ക് ഇടിച്ചുറപ്പിക്കേണ്ടതുണ്ട്. നമ്മളപ്പോൾ ഒരു ആണിയും ചുറ്റിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കണ്ട് ഇതിൻ്റെ അറ്റം നമുക്ക് കണ്ട് ഇതുപോലെ നല്ല കട്ടിയുള്ള ഉറച്ച ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിലാണ് നമ്മൾ ഫ്യൂൽ ഇറച്ചിട്ട് നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമുക്ക് തീപ്പെട്ടിയാണ് ആവശ്യം. തീപ്പെട്ടി നമുക്ക് ഈ കൊള്ളിയിൽ നമുക്ക് ഇതിൽ നിന്നുള്ള മരുന്നെല്ലാം നമുക്ക് ഇതിനൊക്കെ എടുക്കേണ്ടതാണ് ഇനി. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഫുൾ ആ കമ്പിലുള്ള മരുന്ന് മൊത്തം നമ്മൾ ഇവിടെ നമുക്ക് ചുരണ്ടിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്യൂല് നമ്മൾ ഇതിനകത്ത് നിറയ്ക്കുക എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു തീപ്പെട്ടി ഫുള്ള് നിറഞ്ഞില്ല കേട്ടോ. അതിനകത്ത് കുറച്ചുകൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ 2 തീപ്പെട്ടിയൊക്കെ ആവാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പടക്കത്തിന് നമുക്കൊരു തിരി എടുക്കണം. ഈ തിരി എടുത്തതിന് ശേഷം നമ്മൾ ഈ തിരി നമ്മൾ ഇതിനകത്ത് ഒടിച്ച് വെക്കേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതുപോലെ നമ്മളിങ്ങനെ മടക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നിട്ട് ഒരു പീസ് നൂലെടുക്കുക. അതിൻ്റെ അറ്റം നമ്മൾ ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കെട്ടേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പാടത്തൊക്കെ ഉള്ളൊരു പുല്ലുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിക്കാണ് നമുക്ക് ആവശ്യം. നമുക്ക് ടൈൽ കൊടുക്കാനായിട്ട് ഇപ്പോൾ കട്ടിയുള്ളൊരു പുല്ലാട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള വയലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്ക് നമ്മൾ ഇത് കണക്ക് നമ്മൾ ടൈലായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റോക്കറ്റ് ഏകദേശമൊക്കെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് കത്തിച്ചാൽ മതി. കത്തിച്ചിട്ട് ഓടുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചൊരു പീസ് ഉണ്ടല്ലോ, ആ പീസ് നമ്മളിതിനകത്ത് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനറിയാമോ, നമുക്കിത് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലിത് കത്തിച്ച് വിടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ റോക്കറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ റിസൾട്ടായിരുന്നു കേട്ടോ. നമ്മുടെ ക്യാമറമാൻ പോലും അത് കണ്ടില്ല. പിന്നെ നമ്മുടെ ക്യാമറയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ക്യാമറമാൻ കാണാൻ വേണ്ടിയിട്ട് അതാണ് ക്യാമറ കിട്ടാൻ വേണ്ടി നമ്മളിനകത്തൊരു മഞ്ഞ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഹൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഹൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കിത് കാണുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തേനെ ടച്ച് ചെയ്ത് നോക്കാം. ഇതിൻ്റെ റിസൾട്ട് എന്താ നമുക്ക് അന്നേരം വീഡിയോ ആയിട്ട് മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 2 കത്തിച്ചിട്ട് 2 നമ്മുടെ ക്യാമറമാനും കണ്ടിട്ടില്ല, ക്യാമറയും കണ്ടിട്ടോ. ഇനി ഇപ്പോൾ അടുത്ത പ്രാവശ്യം അവൻ്റെ കൂടെ അവൻ കത്തിക്കും. ക്യാമറമാൻ കത്തിക്കുന്നതൊക്കെ നമ്മളായിരിക്കും ഇത് അടുത്ത ഷൂട്ട് ചെയ്യുമ്പോൾ. നമ്മൾ കുറച്ച് ലോങ് ഇന്നോട് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ. അപ്പോൾ നമ്മൾ കുറച്ച് ലോങ് നിന്ന് ഷൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഹൈറ്റിൽ പോകുന്ന കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്യാമറമാനായിട്ട് കൊടുക്കാൻ പോകാം. അതായത് പിടിക്കടേ. അപ്പോൾ ഇത് അടുത്ത ക്യാമറമാൻ്റെ കൂടെ കേട്ടോ, നോക്കാം. ഓ, ഇവരെന്തോടെ കാണിക്കുന്നത്? അതിനെ ഉണ്ടാക്കി അമ്മന്ന് ഇവിടെ റോക്കറ്റിനെ ഉണ്ടാക്കി ഇങ്ങനെയും പേടിയുള്ളനോ. അപ്പോൾ മൂന്നാമത്തെ നമ്മുടെ ക്യാമറമാനായിരുന്നു കൊടുത്ത് അവരത് നശിപ്പിച്ച് കളഞ്ഞ്. ഇനിയിപ്പോൾ നമ്മൾ 4ാമത്തെ ഓർമ്മ നമ്മൾ അവന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അവൻ നമുക്ക് അപ്പോൾ ഒരു അവസരം കൊടുക്കാം. നമുക്ക് അതിലവൻ വിജയിക്കുമെന്ന് നോക്കാം. ഇതാ പിടിച്ചേ. അപ്പോൾ നമുക്ക് ലോങ് പോയി ഷൂട്ട് ചെയ്യാൻ കേട്ടോ, എങ്കിലത് കിട്ടത്തോളെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോഴാണ് നമ്മുടെ ക്യാമറമാൻ സന്തോഷമായിട്ടോ. അവൻ കത്തിച്ച് ഒരെണ്ണമെങ്കിലും ഹൈറ്റിൽ പോയല്ലോ. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ക്യാമറമാൻ ആകെ സന്തോഷമായത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ പറ്റി അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ഒരു ഗുഡ് ബൈ.